ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാവോ? ഹലോ ഹലോ, എല്ലാവർക്കും കേൾക്കാവോ? ഹലോ ഹലോ. ഓക്കെ, കേൾക്കാലോ അല്ലേ? കേക്കാം കേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ 4-ാം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ചാപ്റ്റർ. എല്ലാരും പഠിച്ചു പോകുന്നുണ്ടല്ലോ അല്ലെ? വർഷങ്ങളും ഡേറ്റുകളും എല്ലാം ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും മടിയൊന്നും പിടിച്ചിരുന്നേക്കല്ലോ കേട്ടോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4-ാം ക്ലാസ്സിലെ തന്നെ സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ സയൻസ്, നമ്മുടെ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആയതുകൊണ്ട് തന്നെ സയൻസിൽ റിപ്പീറ്റ് ആയിട്ട്, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും തന്നെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സയൻസിനെ സംബന്ധിച്ച് എല്ലാ ചാപ്റ്ററും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ 4-ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ കലകളുടെ നാട് എന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ 5-ാം പാഠം, നമ്മൾ കഴിഞ്ഞ ദിവസം 3-ാം പാഠം സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ചാപ്റ്റർ നോക്കിയായിരുന്നു. അപ്പൊ 5-ാം പാഠം കലകളുടെ നാട് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ അകത്തുനിന്ന് 2020-ലും 2019-ലും ഒക്കെ കയറ്റുന്ന നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം. ഈ ഒരു ചാപ്റ്ററിന് പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ അതിന് മലയാളത്തിൻ്റെ അകത്തും ചോദിക്കാറുണ്ട്, സോഷ്യലിൻ്റെ അകത്തും ചോദിക്കാറുണ്ട്, സയൻസിൻ്റെ അകത്തും ചോദിക്കാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അത് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. കലകളുടെ നാട് നോക്കിക്കേ. നമുക്കറിയാം 15-ാം തീയതി നമ്മുടെ ഓണമാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ഓണാഘോഷവും ഓണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ സ്കൂളിൽ പിള്ളേർക്കാണ് നാളെ കൊണ്ട് പരീക്ഷയൊക്കെ തീരും. വെള്ളിയാഴ്ച സ്കൂൾ അടയ്ക്കും, പിന്നെ വെള്ളിയാഴ്ച ഓണാഘോഷമൊക്കെയാണ്. അപ്പൊ ഇവിടെയും ആ സ്കൂളും പരിസരവും എല്ലാം കാണിച്ചിരിക്കുന്നു ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നാണ് നിലീനയുടെ സ്കൂളിലെ ഓണാഘോഷം. അവൾ അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ടു. രക്ഷിതാക്കളും നാട്ടുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. അവർ സദ്യയുടെയും മറ്റും ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടു. പൂക്കളം ഒരുക്കേണ്ടത് നിലീനയും കൂട്ടുകാരുമാണ്. നിങ്ങളുടെ സ്കൂളിലും ഓണാഘോഷം നടക്കാറില്ലേ? എന്തെല്ലാം ഒരുക്കങ്ങൾ, പരിപാടികൾ എഴുതി നോക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളുകളിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ നമ്മളെല്ലാം ഓണം എല്ലാവരും തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നുണ്ട്, സദ്യ ഒരുക്കുന്നുണ്ട്, പിന്നെ ഓണക്കളികളുണ്ട്, പിന്നെ എല്ലാവരും അയൽവക്കക്കാരാണെങ്കിലും എല്ലാവരും അടുത്ത നമ്മുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും വരുന്ന നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അപ്പൊ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുള്ളതേ ഉള്ളൂ. ഒരുമയുടെ ഓണം എന്ന് പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങൾ ഓണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. നമ്മുടെ കേരളത്തിന്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് ഏതാണ്? ഓണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. കേരളം ഭരിച്ചിരുന്ന നീതിമാനായ മഹാബലി വർഷത്തിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണാൻ ഓണക്കാലത്ത് എത്തുന്നുവെന്നാണ് ഐതിഹ്യം. വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. നമ്മുടെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ഓണമാണ്. അതുപോലെ തന്നെ വിളവെടുപ്പ് ഉത്സവം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഓണമാണ്. ഓണസദ്യക്ക് ശേഷം നിലീനയും കൂട്ടുകാരും ചേർന്ന് ഓണക്കളികൾ കളിച്ചു. അവര് കുറെ ഓണക്കളികൾ, അതായത് നമുക്കറിയാം പിള്ളേർ എല്ലാം ഇവിടെയാണെങ്കിലും സ്കൂളിൽ പിള്ളേരോട് അത്തപ്പൂക്കളം മാത്രം ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞു പോരാ, അവർക്ക് വടംവലി വേണം, പുലികളി വേണം, കസേരകളി വേണമെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ കളികളുടെ ലിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും നിലീനയും കൂട്ടുകാർ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കളികളുടെ പുറകെ പോയായിരുന്നു. ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഓണം കൂട്ടായ്മയുടെ ആഘോഷം എന്ന് പറയുന്നത്. ഇത് ഓണത്തിന് നമ്മൾ പൂക്കളം ഇടാൻ പൂശേഖരണം, എല്ലാവരും ഒരുമിച്ചാണ് പോയി തോട്ടത്തിൽ നിന്നെല്ലാം പൂക്കൾ പറിക്കുന്നതെല്ലാം അതെല്ലാവരും കൊണ്ടുവരികയും ചെയ്യും, അവരുടെ വീടുകളിലും പരിസരത്തിലുള്ളതെല്ലാം. പിന്നെ ഓണക്കളികൾ അതാരും മാറി നിൽക്കാറില്ല, എല്ലാവരും കൂടും. പൂക്കളം ഇടുന്നതായിക്കോട്ടെ, ഓണസദ്യ വിളമ്പുന്നതായിക്കോട്ടെ, ഉണ്ടാക്കുന്നതായിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ചായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാതെ അവിടെ ഒരു വേർതിരിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് പറയുന്നത് തന്നെ. ഇനി നമ്മൾ കാണുന്ന നാടൻ കളികളാണ്. ഇത് ഇങ്ങനെ വലിയ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊന്നും അല്ല, ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിലുള്ളൂ നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം നമ്മൾ കാലാകാലങ്ങളായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കളികളുണ്ട്. അതാണ് ഈ നാടൻ കളികൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ പടത്തിൽ തന്നിട്ടുണ്ട് ലഹോറി എന്ന് പറഞ്ഞ കളി. അപ്പം നിങ്ങളുടെ എല്ലാം അവിടെ എന്ത് പേരാ പറയുന്നത് എനിക്കറിയില്ല. ഇവിടെയാണ് നമ്മൾ ഏറുപന്തെന്ന് പറയും, അല്ലെങ്കിൽ ചില്ലേറെന്നൊക്കെ പറയും. അതായത് കുറെ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് 2 ടീമായിരിക്കും. ഒരു ടീം ആ കട്ടകളുടെ പുറകെ നിൽക്കും, മറ്റേ ടീം
എറിഞ്ഞത് വീഴ്ത്തും. പിന്നെ ആ ടീമിലുള്ളവർ ഓടി വന്ന് ഇന്ന സമയത്തിനുള്ളിൽ ആ മറ്റവരുടെ ഏറ് കിട്ടാതെ ഇന്ന സമയത്തിനുള്ള കട്ടകൾ അടുക്കി ഗോപുരം പോലെ ആക്കണം. അങ്ങനെ ഒരു കളിയാണ് ഇവിടെ പറയുന്ന ഏറുപന്ത് എന്നൊക്കെയാണ്. നമ്മുടെ ശരിക്കും ഇതിന്റെ പേര് പറയുന്നത് ഇവിടെ ലഹോറിന. ജസ്റ്റ് ആ കളി ഇങ്ങനെ കളിക്കുന്നതെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ കാലാകാലങ്ങളായി നമ്മുടെ ഓരോ പ്രദേശത്തും നമ്മൾ കളിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന കളികളെയാണ് നാടൻ കളികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഓല കൊണ്ട് ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓലപ്പാമ്പ്, മറ്റേ ഓലപ്പന്ത്, കാറ്റാടി, വാച്ച്, അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഈ കളികളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി പറയാൻ പോകുന്നത് തൊട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം ഇതൊരു ഉത്സവത്തിന്റെ പിക്ചറാണ്. നമ്മൾ എല്ലാവരും ഉത്സവം കൂടിയിട്ടുള്ളതാണ്, ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്സവത്തിനുള്ളത്? ആനയുണ്ട്, ചെണ്ടക്കാരുണ്ട്, പിന്നെ ബലൂണുകൾ, അങ്ങനെ സാധനങ്ങൾ. പിന്നെ ഈ ഉത്സവത്തിന് ഘോഷയാത്രയായിട്ട് പോകുന്നത്, കൊടമാറ്റം ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉത്സവത്തിനുണ്ട്. അപ്പൊ ഉത്സവത്തിന് നമ്മുടെ നിലീന പോയ ദിവസത്തെ ഒരു ഡയറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവള് ഉത്സവം കാണാൻ പോയി, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്നുള്ളത് ആ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്നതും ഓണം തന്നെയാണ്. അപ്പൊ കേരളത്തിൽ വേറെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആഘോഷങ്ങളുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡയറിക്കുറിപ്പും ഈ ഒരു ഉത്സവത്തിന്റെ ചിത്രങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിൽ പറയുന്ന ഒരു ഉത്സവമാണ് ഏത്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അല്ലെ, എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം എന്താ ഈ കൊടമാറ്റവും ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാർക്കാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് എവിടെ നടക്കുന്നത്? തേക്കിൻകാട് മൈതാനത്തിലാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തേക്കിൻകാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. തേക്കിൻകാട് മൈതാനത്തില് പ്രധാനപ്പെട്ട എന്താ പാറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആൾക്കാരും പിന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആൾക്കാരും അവരാണ് പ്രധാനമായിട്ടും അവിടെ പങ്കെടുക്കുന്നത്. പിന്നെ ബാക്കി അവിടെയുള്ള ക്ഷേത്രത്തിലെ ആൾക്കാരും ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഈ രണ്ട് ക്ഷേത്രത്തിലെ ആൾക്കാർ നടത്തുന്നതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. നമുക്കറിയാം കൊടമാറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനില്ല. പിന്നെ നമ്മൾ ഈ നമുക്ക് എന്താ പരിസര പഠനത്തിലും സോഷ്യലും ജില്ലകൾ തിരിച്ചു പഠിക്കുമ്പം ഓരോ ജില്ലയിലെയും പ്രധാന ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ തൃശ്ശൂർ പൂരം നടക്കുന്നത് അറിയാം, തൃശ്ശൂർ ജില്ലയിലാണ് നടക്കുന്നത്, തേക്കിൻകാട് മൈതാനത്തിലാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അവർ വളരെയധികം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? വള്ളംകളി എന്ന് പറയുന്നത്. അതായത് ഓണക്കാലം വള്ളംകളിയുടെ കാലമാണ്. ആളുകൾ വിവിധ തരം വള്ളങ്ങളിൽ താളത്തിൽ വഞ്ചിപ്പാട്ട് പാടി തുഴഞ്ഞു നീങ്ങുന്ന കാഴ്ച മനോഹരമാണ്. കൂട്ടായ്മയുടെ ആവേശവും ഐക്യവും വള്ളം കളിയിൽ കാണാം. നമുക്കറിയാം വള്ളംകളി അതെല്ലാവർക്കും ഞാൻ നേരിട്ട് കൂടിയിട്ടില്ല, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വള്ളംകളി എന്ന് പറയുന്ന ഒരു ആവേശത്തിന്റെ ഒരു അല്ലെങ്കിൽ ഐക്യത്തിന്റെ ഒക്കെ ഒരു കാര്യമാണ്. അതായത് വള്ളംകളി ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതൽ അവർക്കൊരു ആവേശം തരുന്ന രീതിയിലുള്ള ഒരു ആഘോഷമാണ് വള്ളംകളി എന്ന് പറയുന്നത്. നമ്മുടെ കേറ്ററ്റിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാന്നാണ്. അപ്പൊ നിങ്ങൾ എഴുതി പോകുമ്പോൾ അങ്ങനെ തന്നെ എഴുതി പോവുക, ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാന്ന്. ജലോത്സവങ്ങളുടെ രാജാവ്, ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാ അറിയോ? നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി. ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി. ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പൊ ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. വേമ്പനാട്ട് കായലിലാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇനിയിപ്പം ഈ 4ാം ക്ലാസ്സിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആഘോഷങ്ങള് ഓരോ മാസത്തിലും നമുക്കറിയാം എല്ലാ മാസവും തന്നെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അതും അതിന്റെ പ്രത്യേകതകളും ഓരോ മാസത്തിൽ നടക്കുന്നതൊക്കെ ജസ്റ്റ് എഴുതി പോകാനേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയുള്ള വരുന്നതാണ് നമ്മളിപ്പോ ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിലെ കുറെ കലാരൂപങ്ങൾ. ഇപ്പൊ നമ്മുടെ നിലീന ഉത്സവമൊക്കെ കൂടാൻ പോയി. ഉത്സവത്തിന്റെ ഇടയ്ക്ക് ഒരു കലാരൂപത്തെ കണ്ടു. അച്ഛൻ അവൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഏത് കലാരൂപത്തെ കുറിച്ചാണ്?
ഓട്ടൻ തുള്ളലിനെ കുറിച്ചാണ് നമ്മുടെ അച്ഛൻ ഇത് ഓട്ടൻ തുള്ളലാണ് മോളെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉത്സവത്തിന് നമുക്കറിയാം ഗാനമേള നടക്കാറുണ്ട്, ഓട്ടൻ തുള്ളൽ നടക്കാറുണ്ട്, പിന്നെ കഥകളി, തിരുവാതിര, അങ്ങനെ ഓരോ ഇത് നടക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഈ നിലീനയെ സംബന്ധിച്ചിടത്തോളം നിലീനയ്ക്ക് അച്ഛൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഓട്ടൻ തുള്ളലിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഇവിടെ പിക്ചർ ഉണ്ട്, കണ്ടോ? ഇവിടെ ഓട്ടം തുള്ളൽ സ്റ്റേജ് നടക്കുന്നുണ്ട്, കാണികൾ അത് കാണുന്നുണ്ട്. അപ്പൊ അച്ഛൻ നിലീന ഇവിടെ നിൽപ്പുണ്ട്, അച്ഛൻ അത് പറഞ്ഞു കൊടുക്കുക. തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ തുള്ളൽ എന്ന് നമുക്കറിയാവുന്നതാണ്, നമ്മൾ മലയാളത്തിന്റെ അകത്തും പഠിക്കുന്നതാണ്. പ്രാചീന കവിത്രയോ ആധുനിക കവിത്രയത്തിന്റെ അകത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ അദ്ദേഹമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ വിജ്ഞാതാവ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചവരാണ് കുഞ്ചൻ നമ്പ്യാരാണ്. സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 വിധമുണ്ട്. അപ്പൊ 3 വിധത്തിലുള്ള തുള്ളലാണുള്ളത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അപ്പൊ നമ്മൾ പറഞ്ഞു തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ച ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ പെടുന്ന ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്മുടെ ചെറുശ്ശേരി എഴുത്തച്ഛന്റെ കൂടെ തന്നെ പ്രാചീന കവിത്രയത്തിൽ പെടുന്ന ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാര്. പിന്നെ ഓട്ടൻ തുള്ളല് 3 വിധത്തിലുണ്ട്. തുള്ളൽ 3 വിധത്തിലുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. പിന്നെ പറയുന്നതാണ് സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്നത്. അത് സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓട്ടൻ തുള്ളലാണ്. സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓട്ടൻ തുള്ളലാണ് സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി എന്നറിയപ്പെടുന്നത് കല്യാണ സൗഗന്ധികമാണ്. മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി എന്നറിയപ്പെടുന്നത് കല്യാണ സൗഗന്ധികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാ? തുള്ളലാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികമാണ്. അപ്പൊ ഇതിനാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തുള്ളലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. 3 തരത്തിലെ തുള്ളലുണ്ട്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ്. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി എന്നറിയപ്പെടുന്നത് കല്യാണ സൗഗന്ധികമാണ്. അപ്പൊ നമ്മളിവിടെ തുള്ളലിനെ കുറിച്ച് കണ്ടു. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഒരു കലാരൂപം കൂടെ ഉണ്ട്. അവളവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്നത്. കഥകളിയെ കുറിച്ചും അച്ഛൻ പറഞ്ഞു തന്നെന്ന്. അച്ഛൻ തുള്ളലിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു കലാരൂപമാണ് ഇത് കഥകളി എന്നുള്ളത്. നോക്കിക്കേ, കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി. അതായത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? കഥകളി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തില് രൂപം കൊണ്ടതാണ് കഥകളി എന്ന് പറയുന്നത്. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കഥകളി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടെ നൃത്തത്തിനും ആ സംഗീതത്തിനും ആ ഒരു അഭിനയത്തിനും ആ മുദ്രകൾക്കും കൈകൊണ്ടുള്ള മുദ്രകൾക്കും എല്ലാം ഒരുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ കഥകളി അഭ്യസിക്കാൻ കഴിയൂ. കഥകളി കലകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. നമ്മൾ തുള്ളലിന്റെ എന്താ പറഞ്ഞേ? സാധാരണക്കാരന്റെ കഥകളി. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ അതിനെ പരിഹസിച്ചുകൊണ്ട് നർമ്മരസവും കലർത്തിയും ഉള്ള ഒരു കലാരൂപം, ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു കലാരൂപമാണ് തുള്ളല്. അപ്പൊ അതിനെ നമ്മൾ സാധാരണക്കാരന്റെ കഥകളി എന്ന് പറഞ്ഞു. ഇനി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കണം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളി. നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളിൽ പലതും ആചാരങ്ങളുടെ ഭാഗമാണ്. ചില കലാരൂപങ്ങൾ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് കലാരൂപങ്ങളോട് പരിചയപ്പെടാനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന കഥകളിയുടെയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിലെ തനത് കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? കഥകളി. കഥകളി അറിയപ്പെടുന്നത് എങ്ങനെയാ? കഥകളി അറിയപ്പെടുന്നത്
കലകളുടെ രാജാവ് എന്നാണ് കഥകളി അറിയപ്പെടുന്നത്. ഇനി ഈ കഥകളിയിലെ 24 മുദ്രകൾ അത് അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപികയാണ്. അതായത് ഈ കഥകളിയിൽ 24 മുദ്രകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കഥകളിയില് മൊത്തം 24 മുദ്രകളുണ്ട്. അപ്പൊ ആ 24 മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപികയാണ്. അതായത് ഹസ്തലക്ഷണ ദീപിക, അതാണ് കഥകളിയുടെ ആ 24 മുദ്രകളും അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥം. ഇതാണ് ഹസ്തലക്ഷണ ദീപിക. അതാണ് കഥകളിയുടെ 24 മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം അറിയോ? കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് ഇത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആ ഒരു പേര്. ഏതാണ്? സോപാന സംഗീതം. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. സ്പീഡ് കൂടുതലുണ്ട്, പറയണം കേട്ടോ. നിങ്ങൾ എഴുതി പോകുന്നുണ്ട്, ഞാൻ ഓർക്കുവാണേ. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ്. എന്തോ? ഹലോ, എന്തെങ്കിലും പറഞ്ഞാണോ? ഓക്കെ, കുഴപ്പമില്ല, മൈക്കാണോ എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതം. ഞാൻ പറഞ്ഞതിന് മുമ്പേ 24 മുദ്രകൾ, നമ്മുടെ കഥകളിയിൽ 24 മുദ്രകളാണുള്ളത്. അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരെന്തായിരുന്നു? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക എന്നാണ് അതിന്റെ പേര്. പിന്നെ നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? സോപാന സംഗീതമാണ്. കഥകളിയിലൊക്കെ പിടിക്കാട്ടോ. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. ഇനി നമ്മുടെ കഥകളി രൂപപ്പെട്ടത് നമുക്കറിയാം, ആട്ടക്കഥയിൽ നിന്നാണ് കഥകളി രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറയുന്നത്, ഞാനിവിടെ താഴോട്ട് തന്നെ എഴുതാട്ടോ, കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടവും കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഏത്? ആട്ടക്കഥയും. മനസ്സിലായി തമ്മിലുള്ള വ്യത്യാസം? ആയത് കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടമാണ്, പക്ഷെ കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. ആട്ടക്കഥ, അതായത് കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടവും കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. അത് കിട്ടിയില്ല അല്ലെ? കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടവും കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. നമ്മുടെ ഈ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് ഉണ്ണായി വാര്യർ. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് ആര്? ഉണ്ണായി വാര്യർ. ഓക്കെ, ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് ആര്? ഉണ്ണായി വാര്യർ. അപ്പൊ നമ്മൾ പറഞ്ഞു കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടമാണ്, കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാ? ഉണ്ണായി വാര്യരാണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കഥകളി കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രധാനമായിട്ടും അതിലുപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ഏതൊക്കെയാ? ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്, ഇടയ്ക്കുണ്ട്. ഹലോ, ആദ്യം മൈക്ക് വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്, ഇടയ്ക്കുണ്ട്, ഇലത്താളമുണ്ട്, ചേങ്ങിലയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. പിന്നെ നമുക്കറിയാം കഥകളിയിൽ കുറച്ച് വേഷങ്ങളുണ്ട്. നമ്മള് ഇപ്പൊ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കഥകളിയിൽ പ്രധാനമായിട്ടും കുറച്ച് വേഷങ്ങളുണ്ട്. അതായത് പച്ച, കത്തി, കരി, താടി, മിനുക്കെന്നും പറഞ്ഞുകൊണ്ട്, അതിൽ മിനുക്ക് സ്ത്രീ കഥാപാത്രങ്ങളുടേതാണ്. പിന്നെ പ്രധാനമായിട്ടുമുള്ള നമ്മുടെ കഥകളിയിലെ വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, പിന്നെ വരുന്നതാണ് മിനുക്ക്. അതിൽ ഈ താടി തന്നെ 3 തരത്തിലുണ്ട്. ചുവപ്പുണ്ട്, ചുവപ്പ് താടിയുണ്ട്, വെളുത്ത താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. അത് ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ചാണ് ഈ വേഷങ്ങൾ പോകുന്നത്. അതിൽ മിനുക്ക് മാത്രം സ്ത്രീ കഥാപാത്രങ്ങളിൽ വരുന്നതാണ് ഈ മിനുക്കെന്നുള്ളത്. മിനുക്കെന്നുള്ള ആ ഒരു വേഷം വരുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ്. പിന്നെ ബാക്കി പച്ച, കത്തി, കരി, താടി,
അതെല്ലാം ഓരോ, അതായത് കഥകളിയായിട്ട് ബന്ധപ്പെട്ട ആ ഓരോ കഥാപാത്രങ്ങൾക്ക് വരുന്ന വേഷങ്ങളാണ് ഇതെല്ലാം. ഇത് ഓരോ കഥാപാത്രങ്ങളും, ശ്രീകൃഷ്ണൻ ഇന്ന വേഷം, അങ്ങനെ ഓരോന്നിനും ഓരോ വേഷമുണ്ട്. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങൾ അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് നമ്മുടെ കഥകളിയിലെ പ്രധാന വേഷങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു കഥകളി എന്ന് പറയുന്നത് കലകളുടെ രാജാവ് ആണ് അറിയപ്പെടുന്നത്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? കഥകളി. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതായിരുന്നു? സോപാന സംഗീതം. പിന്നെ 24 മുദ്രകൾ ഉണ്ട് നമ്മുടെ കഥകളിയിൽ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹസ്തലക്ഷണ ദീപിക. പിന്നെ കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ ആദ്യകാല രൂപം ഏതായിരുന്നു? ആദ്യകാല രൂപം രാമനാട്ടമായിരുന്നു. പിന്നെ കഥകളിയുടെ സാഹിത്യ രൂപവും, കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയായിരുന്നു. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ആരാ? ഉണ്ണായി വാര്യർ. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും ഇത് മലയാളത്തിൻ്റെ അകത്താണ് ഈ ടോപ്പിക്കുകൾ കൂടുതലും പഠിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് സയൻസിലും സോഷ്യലിലും മലയാളത്തിലും ഒരുപോലെ നമ്മുടെ കേറ്റത്തിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് കഥകളിയായിട്ട് വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ബാക്കി നമ്മുടെ കലാരൂപങ്ങൾ നോക്കുകയാണ്. ഇത് നമുക്കറിയാം, എല്ലാവരും അത്യാവശ്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും കളിക്കുന്നവരുണ്ട് തിരുവാതിരയൊക്കെ. അപ്പൊ തിരുവാതിര കളി നോക്കിക്കേ. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ ചുവട് വെക്കുന്നു. കേരളീയ വേഷം ധരിച്ച് ദശപുഷ്പം ചൂടി കൈകൊട്ടി പാട്ടുപാടിയാണ് തിരുവാതിര കളിക്കുന്നത്. നമ്മൾ ഇപ്പം നമ്മുടെ കലോത്സവത്തിനൊക്കെ ആണെങ്കിൽ പോലും തിരുവാതിര കളി ഒരു മത്സരമായിട്ട് ആ ഒരു വിഭാഗം തന്നെ ഉണ്ട്. അത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിരുവാതിര കളി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ ചുവട് വെക്കുന്നു. കേരളീയ വേഷം ധരിച്ച് ദശപുഷ്പം ചൂടി കൈകൊട്ടി പാട്ടുപാടിയാണ് തിരുവാതിര കളിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള ജസ്റ്റ് തിരുവാതിരയെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന കലാരൂപമാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതാണ് കോൽക്കളി. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് ഏത്? കോൽക്കളി എന്ന് പറയുന്നത്. കോൽക്കളി നമുക്കറിയാം, പുരുഷന്മാര് കോലുകൊണ്ട് കളിക്കുന്നത്. വട്ടത്തിൽ നിർത്തി അതിനനുസരിച്ച് താളത്തിൽ ചവിട്ടി കോലടിച്ച് അത് കളിക്കുന്നതാണ് കോൽക്കളി എന്ന് പറയുന്നത്. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. അപ്പൊ നമ്മൾ ഈ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ഇപ്പൊ ഒരു 4 കലാരൂപങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? തുള്ളല് കണ്ടു, കഥകളി കണ്ടു, പിന്നെ തിരുവാതിര കളി കണ്ടു, ഇപ്പം കോൽക്കളി കണ്ടു. ഇനി കുറച്ച് കലാരൂപങ്ങളും കൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കലാരൂപങ്ങളുടെയും കൂടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഫോട്ടോയിലാണെങ്കിലും TV-യിലാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഒന്നാമത്തെ നോക്കി, ചാക്യാർ കൂത്ത്, പിന്നെ മാർഗംകളി, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി. അപ്പൊ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള കുറെ കലാരൂപങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. നമ്മൾ ഒന്നാമത് കണ്ടത് ചാക്യാർ കൂത്താണ്. നോക്കിക്കേ, കൂത്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മിഴാവ് കൊട്ടും. നൃത്തവും വിനോദവും കൂത്തിലുണ്ട്. ചാക്യാർ രംഗത്ത് വന്ന് രംഗവന്ദനം കഴിഞ്ഞാൽ ചാരി എന്നു പേരുള്ള നൃത്തം തുടങ്ങും. പിന്നീട് ഗദ്യപദ്യങ്ങൾ ചൊല്ലി അർത്ഥം പറയും. സദസ്സിലുള്ള ഏതൊരാളെയും പരിഹാസ കഥാപാത്രമാക്കി വർണ്ണിച്ച് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ട്. നമ്മൾ ചാക്യാർക്കൂത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ഈ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലും നടന്നു പോവോ അല്ലെ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഒക്കെ ചെയ്യുമ്പോൾ ആ ചാക്യാർ അതിനെ കളിയാക്കി, പരിഹാസം എന്ന രീതിയിൽ കളിയാക്കി ആ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. അരിച്ചാന്ത്, കുങ്കുമം, കരി എന്നിവ മുഖത്തണിയും. ഒരു കാതിൽ കുണ്ടലവും മറ്റേ കാതിൽ വെറ്റില, തെച്ചിപ്പൂവ് എന്നിവയും ധരിക്കും. വസ്ത്രം ഞൊറിഞ്ഞുടുക്കും. കയ്യിൽ കടകവും ഉണ്ടാകും. തലയിൽ ചുവപ്പു തുണി, കുടുമ, പീലിപ്പട്ടം, വാസുകേയം എന്നീ അലങ്കാരങ്ങൾ വേണം. അപ്പൊ ചാക്യാർകൂത്ത്, അതായത് എന്താണ് ചാക്യാർകൂത്ത് അല്ലെങ്കിൽ ചാക്യാർകൂത്തിന്റെ വേഷവിധാനങ്ങൾ, അതൊക്കെയാണ് ജസ്റ്റ് ഇതിനകത്ത് പറഞ്ഞത്. നമുക്ക് അതൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് ഇന്ന വേഷം എന്തിന്റെയാണ് അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ കഥകളിയുടെ മാത്രമുള്ള ആ വേഷങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ അതിൽ കഥകളിയുടെ വേഷങ്ങളിൽ പെടുന്നത് ഏത്, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ചാക്യാർകൂത്തിന്റെ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ഓപ്ഷൻസിന്റെ അകത്ത് കാണും. അതായത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ അകത്ത് ഓപ്ഷൻസിനകത്ത് ചിലപ്പം ചാക്യാർകൂത്ത്, കൂടിയാട്ടം അങ്ങനെ കാണും.
അപ്പൊ അങ്ങനെ ഓപ്ഷൻ്റെ അകത്ത് കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ചാക്യാർ കൂത്തിനെ കുറിച്ച്. പിന്നെയുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ കലാരൂപം മാർഗംകളി. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദകല. മാർ തോമാസ് ലിഹായുടെ ചരിത്രമാണ് മാർഗംകളി പാട്ട്. നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു ചുറ്റും 12 സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ പരമ്പരാഗതമായ ക്രൈസ്തവ വേഷത്തിൽ പാടി ചുവട് വെച്ച് നടത്തുന്ന കളി. പുരുഷന്മാരുടെ കളിയിൽ ആയോധന മുറകളും ഉണ്ടാകും. ഈ മാർഗംകളി നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ കോട്ടയം, അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കോട്ടയം അതിരൂപത എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കല്യാണത്തിനൊക്കെ ചന്ദൻ ചാർത്ത് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചന്ദൻ ചാർത്ത് എന്നൊക്കെ പരിപാടിക്ക് അവർ മാർഗംകളിയൊക്കെ കളിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാര് ഈ ആയോധന മുറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരും ചെയ്യാറുണ്ട് മാർഗംകളി. പിന്നെയുള്ള വരുന്നതാണ് കൂടിയാട്ടം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കഥകളിയും തുള്ളലും പോലെ തന്നെ ക്വസ്റ്റ്യനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കൂടിയാട്ടം. അത് ഞാൻ ഇതിന് ഈ കലാരൂപങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ വന്നത് പറയാവേ. കൂടിയാട്ടം കേരളത്തിന്റെ പരമ്പരാഗത നാടക അഭിനയ രൂപമാണ് കൂടിയാട്ടം. കേരളത്തിന്റെ പരമ്പരാഗത, ആ ഒരു വേർഡ് ഓർത്തിരിക്കണേ, നാടക അഭിനയ രൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ചാക്യാർ പുരുഷവേഷവും നങ്ങ്യാർ സ്ത്രീവേഷവും കെട്ടുന്നു. ചാക്യാർ പുരുഷവേഷവും സ്ത്രീവേഷവും, കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം എന്ന് പറയുന്നത് നമ്മൾ ആ ഫോട്ടോ കണ്ടായിരുന്നു, സ്ത്രീയും പുരുഷനും ഇരിക്കുന്ന ആ ഒരു വേഷങ്ങൾ കണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ചാക്യാർ പുരുഷവേഷവും നങ്ങ്യാർ സ്ത്രീവേഷവും കെട്ടുന്നു. നാട്യം, നൃത്തം, സംഗീതം എന്നിവയുടെ സമ്മേളനമാണ് ഈ കലാരൂപം. അരങ്ങത്ത് നിലവിളക്കും തിരശീലയും ഉണ്ടാകും. ഒന്നിലധികം നടന്മാർ രംഗത്ത് വരുന്നത് കൊണ്ടായിരിക്കും ഇതിന് കൂടിയാട്ടം എന്ന് പേര് ലഭിച്ചത്. അതായത് ഒന്നിലധികം നടന്മാർ അല്ലെങ്കിൽ രംഗത്ത് വരുന്നുണ്ട്. ഒരാൾ മാത്രമല്ല കളിക്കുന്നത്. നമ്മുടെ ചാക്യാർ കൂത്ത് പോലെ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടിയാട്ടം എന്ന് പേര് ലഭിച്ചത്. അതുപോലെ തന്നെ ഇതൊരു നാടക അഭിനയ രൂപമാണ്. അപ്പൊ ആ ഒരു വേർഡ് ഓർത്തിരിക്കണം. പിന്നെ ചാക്യാർ എന്നതാണ് പുരുഷവേഷവും നങ്ങ്യാർ എന്നതാണ് സ്ത്രീവേഷവും. ഇനി വരുന്നതാണ് ദഫ്മുട്ട്. ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ നിലവിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ഒരു ഭാഗം മാത്രം കാളത്തോൽ പൊതിഞ്ഞ വാദ്യോപകരണമാണ് ദഫ്. നമുക്കറിയാം, കയ്യിൽ നമ്മൾ പിടിക്കുന്ന വട്ടത്തിലിരിക്കുക, അതാണ് ദഫ്. ഇതിൽ താളം പിടിച്ചാണ് ദഫ്മുട്ട് നടത്തുന്നത്. 10ഓളം പുരുഷന്മാർ പരമ്പരാഗത മുസ്ലിം വേഷത്തിൽ വട്ടത്തിൽ ദഫ്മുട്ടിന്റെ താളത്തിനൊത്ത് ചുവട് വയ്ക്കും. അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ പാടിയാണ് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ഇനിയാണ് തെയ്യം. ദൈവം എന്ന പദത്തിന്റെ തൽഭവ രൂപമാണ് തെയ്യം. വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദൈവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കലയാണിത്. തെയ്യം, തിറ, കോലം എന്നിവ ഒരേ ആശയത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രത്യേക രീതിയിലുള്ള ഉടുത്തുകെട്ട്, പലതരം മാലകൾ, കാലിൽ ചിലമ്പ്, ശരീരത്തിലെ മുഖത്തും അരിമാവും മഷിയും ചാന്തും ഉപയോഗിച്ചുള്ള കോലെഴുത്ത് എന്നിവ തെയ്യക്കോലങ്ങളെ ആകർഷകമാക്കുന്ന വേഷവിധാനങ്ങളാണ്. ഓരോ മൂർത്തിയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള വേഷം കെട്ടി തെയ്യക്കോലക്കാരൻ ക്ഷേത്രമുറ്റത്തെത്തിയാൽ താളവാദ്യങ്ങൾക്കനുസരിച്ച് ചുവട് വെച്ച് നൃത്തം ചെയ്യും. ഉറഞ്ഞു തുള്ളുന്ന തെയ്യം വാളോ ശൂലമോ കയ്യിലേന്തി പല അഭ്യാസമുറകളും പ്രദർശിപ്പിക്കും. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് അരുളപ്പാടായി ചടങ്ങുകൾ അവസാനിക്കും. അപ്പൊ ഇത് നമ്മളൊരു 5 കലാരൂപങ്ങളെ കുറിച്ച്, നമ്മുടെ കേരളത്തിലെ തന്നെയാണ് പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയുള്ള ഒരു 9 എണ്ണം കൂടെയുണ്ട്, 9 എണ്ണം അല്ല, ഇനി ഒരു 4 എണ്ണം കൂടിയുണ്ട്. കുമ്മാട്ടി. പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാപ്രകടനം. തൃശ്ശൂരിൽ ഇതൊരു വിനോദകലയെങ്കിൽ മറ്റിടങ്ങളിൽ അനുഷ്ഠാനപരമാണ്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് കെട്ടിവെച്ച് മുഖാവരണം അടിഞ്ഞ് കുട്ടികളും യുവാക്കളും താളത്തിനൊത്ത് നൃത്തം ചവിട്ടുന്ന കളിയാണിത്. കാതിൽ വഴുതനങ്ങ തൂക്കി കുമ്മാട്ടിക്കോലും പിടിച്ച് ഹാസ്യ കഥാപാത്രമായി ഒരു കിഴവിയും കളിക്കാരെ അനുഗമിക്കുന്നു. കുമ്മാട്ടി പാട്ടും പാടി ഓണത്തപ്പനെ സ്വീകരിക്കാനുള്ള ആഘോഷമായാണ് തൃശ്ശൂരിൽ ഈ കളി നടത്തുന്നത്. അപ്പൊ കുമ്മാട്ടിക്കളി കൂടുതലായിട്ടും കാണുന്നത് എവിടെയാണ്? തൃശ്ശൂര്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. ഇനിയുള്ളതാണ് നമ്മുടെ ഒപ്പന. നമ്മൾ കലോത്സവങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിംസുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒപ്പന. മുസ്ലിങ്ങളുടെ പരമ്പരാഗത കലാരൂപമാണ് ഒപ്പന. വിവാഹവുമായി ബന്ധപ്പെട്ട് മാപ്പിള വീടുകളിലാണ് ഇത് അരങ്ങേറുന്നത്.
അഫ്ന എന്ന അറബി പദമാണ് പിന്നീട് ഒപ്പനയായി മാറിയത്. ഒരു ദൃശ്യശ്രാവ്യ കലയായി ഒപ്പനയെ സാമാന്യമായി വിശേഷിപ്പിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഒപ്പനയുണ്ട്. കല്യാണത്തിന് വധുവിനെ അലങ്കരിച്ച് പന്തലിലേക്ക് ആനയിച്ചിരുത്തി ചുറ്റും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒരു സംഘം സ്ത്രീകൾ പാടിക്കളിക്കുന്നതാണ് സ്ത്രീകളുടെ ഒപ്പന. വരൻ വധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും മണിയറയിൽ വെച്ചും കൂട്ടുകാർ അവനെ പാടിക്കളിയാക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് പുരുഷന്മാരുടെ ഒപ്പന. പിന്നെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട, ഇത് കേരളത്തിലെ തനത് കലാരൂപം എന്ന രീതിയിൽ നമ്മൾ കഥകളി പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? മോഹിനിയാട്ടം എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇപ്പം തമിഴ്നാടിന്റെ പറയുവാണെങ്കിൽ അത് ഏതാ പറയുന്നത്? ഭരതനാട്യം പറയും. കേരളത്തിന്റെ ആണെങ്കിൽ നൃത്ത കലാരൂപം ഏത് വരും? മോഹിനിയാട്ടം വരും. അപ്പൊ കേരളത്തിൽ പുരാതന കാലം മുതൽ നിലനിന്ന് പോരുന്ന തനത് ലാസ്യ നൃത്ത രൂപമാണ് ഏത്? മോഹിനിയാട്ടം. അപ്പൊ ഞാൻ നാടക അഭിനയമാണെന്ന് പറഞ്ഞൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? കൂടിയാട്ടം. അതുപോലെ തന്നെ കേരളത്തിലെ തനത് കലാരൂപങ്ങളിൽ ലാസ്യ നൃത്ത രൂപം എന്നറിയപ്പെടുന്ന ഏതാണ്? മോഹിനിയാട്ടമാണ്. ഹലോ, അല്ലെന്തെങ്കിലും ചോദിച്ചാണോ? അല്ലല്ലേ, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കേരളത്തിലെ പുരാതന കാലം മുതൽ നിലനിന്ന് പോന്നിരുന്ന തനത് ലാസ്യ നൃത്ത രൂപമാണ് ഏത്? മോഹിനിയാട്ടം. നവരസങ്ങളിലെ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടുന്നത്. സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനകളുമാണ് ഇന്നും മോഹിനിയാട്ട വേദിയിൽ കൂടുതലായും അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഒന്നാണ് പടയണി. മധ്യ തിരുവിതാംകൂറിൽ നിലവിലുള്ള പ്രാചീന കല. പടയണിയുടെ ആദ്യ ചടങ്ങ് കച്ചകെട്ടാണ്. മെയ്വഴക്കം സിദ്ധിച്ചവരും പാരമ്പര്യ വഴിക്ക് അഭ്യാസം സിദ്ധിച്ചവരുമാണ് പടയണിയിൽ ഏർപ്പെടാറുള്ളത്. ചില പടയണികൾക്ക് പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. പടയണിക്ക് തപ്പ് പ്രധാന വാദ്യം. പടയണികളിൽ ആളുകളെ രസിപ്പിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട്. പടയണിക്ക് വിളവെടുപ്പുമായി ബന്ധമുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു, തുള്ളല്, കഥകളി. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് കൂടിയാട്ടം. പിന്നെ നമ്മുടെ ലാസ്യ നൃത്തരൂപം ഏതാന്നാ ഞാൻ പറഞ്ഞത്? മോഹിനിയാട്ടം. അപ്പൊ കൂടിയാട്ടത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കൂടിയാട്ടത്തെ കുറിച്ച് വന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പറയാം. അതായത് കേരളത്തിലെ പരമ്പരാഗത നാടക അഭിനയ രൂപം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കിയാൽ അത് കാണാം. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: കഥകളി, തുള്ളല്, കൂടിയാട്ടം, ചാക്യാർകൂത്ത്. ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? കേരളത്തിലെ പരമ്പരാഗത നാടക അഭിനയ രൂപം. ആ ക്വസ്റ്റിന്റെ ഉത്തരമായിട്ട് വരുന്ന ഏതായിരിക്കും? തുള്ളലാണോ, കഥകളിയാണോ, കൂടിയാട്ടമാണോ, ചാക്യാർകൂത്താണോ? ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു വാക്ക്. കൂടിയാട്ടം. അതെ, നാടക അഭിനയ രൂപം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൂടിയാട്ടമാണ്. അപ്പൊ അതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ വന്നതാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന സംസ്കൃത നൃത്ത നാടക കലാരൂപവും. നമ്മൾ പറഞ്ഞായിരുന്നു നാടക അഭിനയ രൂപം എന്ന് പറഞ്ഞാലും നൃത്ത നാടക കലാരൂപം എന്ന് പറഞ്ഞാലും അതും യുനെസ്കോയുടെ പട്ടികയിൽ, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ്. അതും ഏത് തന്നെയാണ്? കൂടിയാട്ടം തന്നെയാണ്. അപ്പൊ കൂടിയാട്ടത്തെ കുറിച്ച് 2 രീതിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും അടുപ്പിച്ച 2 വർഷങ്ങളിലെ കേറ്ററ്റിന്റെ എക്സാമിന് വന്നതാണ്. ഒന്ന്, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏതെന്ന്. പ്രാചീന സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏതാന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം കൂടിയാട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കേരളത്തിലെ പരമ്പരാഗത നാടക അഭിനയ രൂപവും ഏത് തന്നെയാണ്? കൂടിയാട്ടമാണ്. അപ്പൊ തുള്ളലിനെ കുറിച്ചും കഥകളെ കുറിച്ചും കൂടിയാട്ടത്തെ കുറിച്ചുമുള്ള വാക്കുകൾ, അതായത് അത് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നുള്ള ആ ഒരു വാക്കുകളുണ്ടല്ലോ, നാടക അഭിനയം, പിന്നെ സംസ്കൃത നൃത്ത നാടക കലാരൂപം അല്ലെങ്കിൽ കലകളുടെ രാജാവ്, പിന്നെ സാധാരണക്കാരന്റെ കഥകളി, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഓരോ കലാരൂപത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ഓർത്തിരിക്കണം. അത് കൺഫ്യൂഷൻ വരാതെ അല്ലെങ്കിൽ മാറിപ്പോകാതെ തന്നെ അത് പഠിച്ചു പോകാം. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കൂടെ തന്നെ ഇതിൽ ഏതാണ് ലാസ്യ നൃത്ത രൂപം എന്ന് പറഞ്ഞ കേരളത്തിന്റെ തനത് കലാരൂപത്തിൽ ഏതാണ് ലാസ്യ നൃത്ത രൂപം എന്ന് പറഞ്ഞേ? ഏതായിരുന്നു? മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് നമ്മുടെ കേരളത്തിലെ തനത് കലാരൂപങ്ങളില് ലാസ്യ നൃത്ത രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാന കലാരൂപങ്ങളെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നതാണ്
ശില്പകലയും ചിത്രകലയും പിന്നെ കുറച്ച് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. അപ്പൊ ഇനി നമ്മൾ പെട്ടെന്നില്ല, ഞാൻ പയ്യെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി പറയുന്നത് ശില്പകല. അതായത് നോക്കി, ഇവിടെ നമ്മുടെ കുട്ടികൾ ഈ മ്യൂസിയത്തിലൊക്കെ പോകുമ്പം കുറെ ചിത്രങ്ങളും ഉണ്ട്, ശില്പങ്ങളും ഉണ്ട്, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു നിപ്പുണ്ട്, ആരാ ഇത്? നള ദമയന്തി ചിത്രം അല്ലെ? അപ്പൊ ഇത് വരച്ചത് ആരാണ്? നള ദമയന്തി ചിത്രം നമ്മുടെ പ്രധാന അല്ലെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അപ്പൊ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമാണ് ഏത്? നള ദമയന്തി എന്നുള്ള ഈ ഒരു ചിത്രം. നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ചിത്രം. അപ്പൊ കലകളിലെ പ്രധാന വിഭാഗങ്ങളാണ് ചിത്രകലയും ശില്പകലയും. ചിത്രകലയിലും ശില്പകലയിലും നമ്മുടെ നാടിന് നല്ല പാരമ്പര്യമുണ്ട്. ലോക പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ കേരളീയനാണ്. അദ്ദേഹം വരച്ച കുറേയധികം ചിത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? നള ദമയന്തി. അവർ നിൽക്കുന്ന ആ ഒരു ചിത്രം രാജാ രവിവർമ്മ വരച്ചതാണ്. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും പറയുന്നതാണ് നമ്മുടെ സംഗീതം. അതായത് സംഗീത പാരമ്പര്യം ഉള്ളതാണ് നമ്മുടെ കേരളത്തിന്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഇരയിമ്മൻ തമ്പി, നമുക്കറിയാവുന്ന ഒരു താരാട്ടുപാട്ട് പോലെയാണ് ഉള്ളതാണ് ഏത്? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഇത് പാടാനുള്ള സമയമില്ലാത്തതുകൊണ്ടില്ല, ഞാൻ പാടിത്തരായിരുന്നു കേട്ടോ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. അത് എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ആ ഒരു കവിത എഴുതിയത്. അതായത് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന ഗാനം എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഈ ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. അദ്ദേഹം തന്റെ രചനകളിലൂടെ സാഹിത്യ സംഗീത രംഗം സമ്പന്നമാക്കി. അതായത് അദ്ദേഹം രചിച്ച, നമ്മൾ പറഞ്ഞായിരുന്നു ആട്ടക്കഥയുടെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ഉണ്ണായി വാര്യരായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇരയിമ്മൻ തമ്പി രചിച്ച 3 പ്രധാനപ്പെട്ട ആട്ടക്കഥകളുണ്ട്. ഒന്ന് ഉത്തരാ സ്വയംവരവും, പിന്നെ ദക്ഷയാഗവും, കീചകവധവും. അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് മലയാളത്തിന്റെ അകത്ത് ഇത് പഠിക്കാനുണ്ട്. നമ്മുടെ 9, 10 ക്ലാസ്സുകളിലൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് മലയാളം ലാംഗ്വേജിൽ നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് അതൊക്കെ. അദ്ദേഹം രചിച്ച 3 പ്രധാന ആട്ടക്കഥകളാണ് ഉത്തരാ സ്വയംവരവും, കീചകവധവും, ദക്ഷിണയാഗവും. ഈ 3ഉം രചിച്ചത് ആരാ? ഇരയിമ്മൻ തമ്പി. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു പേര് കേൾക്കുമ്പോൾ അത് ഇരയിമ്മൻ തമ്പിയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഉത്തരാ സ്വയംവരവും, ദക്ഷയാഗവും, കീചകവധവും, അത് 3 ആട്ടക്കഥകളാണ്. അത് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. പിന്നെ ഓർക്കേണ്ടത് ഈ ഗാനമാണ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്നുള്ള ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? സ്വാതി തിരുനാൾ. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. മലയാളം, സംസ്കൃതം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 500-ലധികം കൃതികൾ സ്വാതി തിരുനാൾ രചിച്ചിട്ടുണ്ട്. അപ്പം സംഗീതം എന്ന വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. അതുപോലെ തന്നെ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്, ഞാനിവിടെ എഴുതാം, ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. അപ്പൊ അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗർഭശ്രീമാൻ എന്നാണ്. അപ്പൊ ഗർഭശ്രീമാൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നോണ്ടിരുന്ന ആരാണ്? സ്വാതി തിരുനാളാണ്. ഇതൊക്കെയാണ് ഇരയിമ്മൻ തമ്പിയെ കുറിച്ചും സ്വാതി തിരുനാളിനെ കുറിച്ചും പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇരയിമ്മൻ തമ്പിയാണ് നമ്മൾ ഓമന തിങ്കൾ കിടാവോ ഓർക്കുക. പിന്നെ ആ 3 ആട്ടക്കഥകൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെയുള്ളത് സ്വാതി തിരുനാൾ. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേര് ഏതാണ്? ഗർഭശ്രീമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ സംഗീതവുമായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഏത്? നാടൻ പാട്ടുകൾ. നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ച് DLEDന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം. മലയാളത്തിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഈ നാടൻ പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അതിൻ്റെ അകത്ത് കുറെ വിഭാഗങ്ങളുണ്ട് നാടൻ പാട്ടുകളിൽ തന്നെ. വായ്ത്താരികളുണ്ട്. അതിലാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. തലമുറ തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. കൃഷി, കൈത്തൊഴിലുകൾ, വിനോദം, ആചാരങ്ങൾ, ജീവിത രീതികൾ എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുള്ള നാടൻ പാട്ടുകളുണ്ട്. തലമുറകളായി ലഭിച്ച അറിവ്, അനുഭവം എന്നിവ നാടൻ പാട്ടിൽ കാണാം. നാടൻ പാട്ട് ഞാൻ പറഞ്ഞു എത്ര വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളിലാണ് തിരിച്ചിരിക്കുന്നത് നമ്മുടെ നാടൻ പാട്ട്. ഞാൻ പറഞ്ഞായിരുന്നു DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ 4 വിഭാഗത്തിലാണ് കാണുന്നത്. ഒന്നാമത്തേതാണ് വംശീയ അല്ലെങ്കിൽ സാമുദായിക പാട്ടുകൾ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വംശീയ അല്ലെങ്കിൽ
സാമുദായിക പാട്ടുകള്. പിന്നെ വരുന്നതാണ് ഏത്? അനുഷ്ഠാന പാട്ടുകള്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ അനുഷ്ഠാന പാട്ടുകള്. പിന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ് വിനോദ പാട്ടുകള്. നമ്മൾ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിനോദ പാട്ടുകള്. നാലാമതായിട്ട് വരുന്ന വിഭാഗമാണ് പണിപ്പാട്ടുകൾ. നമ്മൾ പറഞ്ഞത് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഈ തടി കയറ്റുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തടി കയറ്റുന്നവർ അല്ലെങ്കിൽ കൊയ്യുന്ന സമയത്ത് ഒക്കെ അവരുടെ ജോലി ആയാസരഹിതമാകുവാൻ വേണ്ടിയിട്ട് അവർ പാടുന്ന പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പണിപ്പാട്ടുകളുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നാടൻ പാട്ടുകളെ 4 വിഭാഗങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. വംശീയ അല്ലെങ്കിൽ സാമുദായിക പാട്ട്, പിന്നെയുള്ളതാണ് അനുഷ്ഠാന പാട്ടുകള്, പിന്നെയുള്ളതാണ് വിനോദ പാട്ട്, ലാസ്റ്റ് വരുന്നതാണ് പണിപ്പാട്ടുകൾ. അപ്പൊ ഇത് കൂടുതലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിന്റെ അതാണ് ചോദിക്കാറ്. ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ അനുഷ്ഠാന പാട്ടുകളുടെ ഉദാഹരണങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പെടുന്നത് ഏത്, അങ്ങനെയായിരിക്കും ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കുക. അവരുടെ മലയാളത്തിന്റെ അത് അതിന്റെ ഉദാഹരണങ്ങളെല്ലാം പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ പാട്ടുകളുടെ പ്രധാനമായിട്ടുള്ള 4 വിഭാഗങ്ങള്. വംശീയ അല്ലെങ്കിൽ സാമുദായിക പാട്ടുകള്, പണിപ്പാട്ടുകള്, പിന്നെ വിനോദ പാട്ടുകള്, അനുഷ്ഠാന പാട്ടുകൾ. ഇത്രയാണ് നാടൻ പാട്ടുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ഇത് മലയാളത്തിന്റെ അകത്താട്ടോ കാണുന്നത്. ഇവിടെ ഒരു നാടൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവര് കൊയ്യുന്ന സമയത്ത് ഞാറ്റുപാട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഞാറ്റുപാട്ട് അപ്പൊ ഏത് വിഭാഗത്തിൽ പെടുന്നതായിരിക്കും? വംശീയ സാമുദായിക പാട്ടാണോ, അനുഷ്ഠാന പാട്ടാണോ, പണിപ്പാട്ടാണോ, വിനോദ പാട്ടാണോ, ഏതിൻ്റെ അകത്ത് പെടുന്നതായിരിക്കും? അതായത് അവർ ആ കൊയ്യുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ അത് പണിപ്പാട്ട് എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും. അപ്പൊ നോക്കി, അവിടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടെന്ന് പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറ് നട്ടു. അത് അവര് കൊയ്യുന്ന സമയത്ത് മടുപ്പറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് അവര് ചെയ്യുന്നത്. ഇപ്പൊ ലോറിയിൽ തടി കയറ്റുന്നവരാണെങ്കിൽ ആ ഒരു മടുപ്പറിയാതിരിക്കാൻ അവരത് ആ വലിച്ചു കയറ്റുന്ന സമയത്ത് ഹൊയ്യാരോ ഹൊയ് എന്നൊക്കെ പറഞ്ഞ് അവര് പാട്ടുകളൊക്കെ പാടുന്ന നമ്മൾ കേൾക്കാറുള്ളതാണ്. പിന്നെ വായ്ത്താരികൾ ഉപയോഗിച്ച് പാട്ടുകൾ പാടുന്ന നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് എന്ത്? വടക്കൻ പാട്ട്. മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗാനശാഖയാണ് വടക്കൻ പാട്ടുകൾ. രാജ്യം നാടുവാഴികളുടെ കീഴിലായിരുന്ന കാലത്ത് ആയുധ പരിശീലനം നൽകുന്ന കളരികൾ പ്രവർത്തിച്ചു പോന്നു. ആളുകൾ തമ്മിൽ തർക്കമോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളോ വന്നാൽ അംഗം കുറിക്കുക അന്ന് പതിവായിരുന്നു. ഇരുവിഭാഗവും കരുത്തരായ ചേകവന്മാരെ അംഗം വെട്ടുന്നതിന് നിയോഗിക്കും. അംഗചേകവരായ തച്ചോളി ഒതേനൻ, ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് ഏത്? വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അംഗചേകവരായ തച്ചോളി ഒതേനൻ, ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. നമ്മുടെ പഴയകാല സിനിമകളൊക്കെ ഉണ്ട്, നമ്മുടെ ഈ മമ്മൂട്ടിയുടെ ഒക്കെ ചതിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പ്രധാനമായിട്ടും പറയുന്നത്, രാജ്യം നാടുവാഴികളുടെ കീഴിലായിരുന്ന കാലത്ത് ആയുധ പരിശീലനം നൽകുന്ന കളരികൾ പ്രവർത്തിച്ചു പോന്നു. ആളുകൾ തമ്മിൽ തർക്കമോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളോ വന്നാൽ അംഗം കുറിക്കാന്ന് പതിവായിരുന്നു. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ആ അംഗം കുറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളരിപ്പയറ്റും അതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വരികൾ നിർമ്മിച്ചു. അതായിരുന്നു ഏത്? വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് മാപ്പിളപ്പാട്ടുകൾ. തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളീയ സമൂഹത്തിന് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ മഹാനായ കവിയാണ് ആര്? മൊയ്യൻകുട്ടി വൈദ്യർ. അത് ഓർത്തിരിക്കണം. മാപ്പിളപ്പാട്ട് കേരളീയ സമൂഹത്തിന് നൽകിയത് ആരാണ്? മൊയ്യൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. നമ്മള് കലകളുടെ നാട് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രധാന കലാരൂപങ്ങള്, പിന്നെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരാളുടെ പേര് പഠിച്ചായിരുന്നു. ആരായിരുന്നു? രാജാ രവിവർമ്മ. ഇതാണ് ജസ്റ്റ് ഇതിന്റെ. പിന്നെ വള്ളംകളിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാ? നെഹ്റു ട്രോഫി വള്ളംകളി. അത് നടക്കുന്നത് വേമ്പനാട്ട് കായലും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, നമ്മുടെ തുടർ പ്രവർത്തനം പോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എക്സാമിന് വരുന്നത് തന്നെയാണ്. ഇവിടെ മാച്ച് ദ ഫോളോയിങ്, അതായത് യോജിച്ച വരച്ച് ചേർക്കും എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാ? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? ഏത് കലാരൂപം എന്നാ പറഞ്ഞേ? കഥകളി.
ആ, കഥകളി. ഇനി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ആരാ സംഗീതവുമായിട്ട് ബന്ധപ്പെടുന്നത്? സ്വാതി തിരുനാളാണോ, ഓട്ടംതുള്ളലാണോ, രാജാ രവിവർമ്മയാണോ? ഏതാ സംഗീതവുമായിട്ട് ബന്ധപ്പെടുന്നത്? സ്വാതി സ്വാതി. തിരുനാൾ. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ അറിയപ്പെടുന്ന ഒരു പേര് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? ഗർഭശ്രീമാൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി ഹാസ്യപ്രധാനമായ ഒരു കല ഏതായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു സമൂഹത്തിലെ കുറെ കാര്യങ്ങളൊക്കെ ഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കല ഏതായിരുന്നു? ഓട്ടൻ തുള്ളൽ. ഹാസ്യപ്രധാനമായ കല ഓട്ടൻ തുള്ളൽ. ഇനി ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ നമ്മുടെ കേരളീയനാണ്. കേരളീയനാണ് അദ്ദേഹം. പിന്നെ ലോക പ്രശസ്തനാണ്, ചിത്രകാരനാണ്. ആരാണത്? രാജ രവിവർമ്മ. അപ്പൊ ഇതും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ടൈപ്പ് തന്നെ ഏത് തെറ്റായ ജോഡി അല്ലെങ്കിൽ ശരിയായ ജോഡി ഏത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്, അത് നമുക്ക് ഇത് തന്നെ ചോദിക്കാം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഓപ്ഷൻസ് തരാം: കഥകളി, ഓട്ടംതുള്ളല്, കൂടിയാട്ടം, ചാക്യാർകൂത്ത്. അപ്പൊ ഏതാണോ കൃത്യമായിട്ടുള്ളത് അത് നമ്മൾ ബബിൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല ഈ ഒരു ചാപ്റ്ററിൽ. ജസ്റ്റ് ഓരോ കലാരൂപങ്ങളും അതിന്റെ പ്രത്യേകതകളും പിന്നെ അതെങ്ങനെ അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സാധാരണക്കാരന്റെ കഥകളി എന്നറിയപ്പെടുന്ന ഏതാണ്? തുള്ളലാണ്. പിന്നെ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. പിന്നെ കൂടിയാട്ടത്തിന് നമ്മൾ പറഞ്ഞായിരുന്നു നാടക അഭിനയ രൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. പിന്നെ ലാസ്യ നൃത്ത രൂപം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? മോഹിനിയാട്ടമാണ്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. പക്ഷെ അത് മലയാളത്തിൻ്റെ അകത്തും ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യലിൻ്റെ അകത്തും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സയൻസിൻ്റെ അകത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സയൻസിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന 2 ക്വസ്റ്റ്യൻ ഞാൻ 2 വർഷങ്ങളിലായിട്ട് വന്നതാണ്, ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന് പ്രധാനമായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നിയോ, എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ആ ഓരോ കലാരൂപങ്ങളുടെ പേരുകൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഫോട്ടോസ് മാത്രം ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു വിട്ടത്. അപ്പൊ അതിൻ്റെ അകത്തൊന്നും അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കഥകളി, തുള്ളല്, കൂടിയാട്ടം, പിന്നെ ആ മോഹിനിയാട്ടത്തിന്റെ ആ ഒരു കാര്യം. പിന്നെ നമ്മുടെ ചിത്രകല നമുക്കറിയാം രാജാ രവിവർമ്മയാണ്. അപ്പൊ അതൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ വള്ളംകളിയുടേത്, ജലോത്സവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അപ്പൊ അത് നടക്കുന്ന വേമ്പനാട്ട് കായല. അപ്പൊ ഈ വള്ളംകളിയൊക്കെ സംബന്ധിച്ച് ഓരോ വർഷം നടക്കുന്ന അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കി പോവുക. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏത് ടൈപ്പാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ന്യൂസിൽ എന്നും വരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ അത് നോക്കിക്കൊണ്ട് തന്നെ പോവുക. നിങ്ങൾ ക്ലാസ്സിലെ മാത്രമല്ല, നിങ്ങൾ ആ ന്യൂസ് പേപ്പർ എന്തും വായിക്കുക. അപ്പൊ അതിൻ്റെ അകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കണം. അന്നൊന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോകുക. അതെന്നും പറയുന്നതാണ്, പിന്നെ കുഴപ്പമില്ല, അത് അന്ന് തന്നെ പഠിച്ചു പോകാം കേട്ടോ. എക്സാം ഒക്കെ എല്ലാവരും എഴുതിയായിരുന്നല്ലോ അല്ലേ? എല്ലാവരും എക്സാം ഒക്കെ എഴുതി മാർക്കൊക്കെ നോക്കിയോ? എല്ലാവർക്കും ഫുൾ മാർക്കൊക്കെ ഉണ്ടോ? അതിനു മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാപ്റ്ററായിട്ട് എന്തെങ്കിലും കിട്ടാതെ പോവോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ. ഓക്കെയാണ്. ഓക്കെ ആണ്. ഓക്കെ, എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എക്സാം ഒക്കെ എഴുതിയിട്ട്? ഓക്കെ ഓക്കെ, മിടുക്കരാട്ടോ. അപ്പൊ എന്തും പഠിച്ചു പോവാ, എക്സാം ഒക്കെ എഴുതുക, ചെയ്ത് നോക്കുക. പിന്നെ അതെന്തും പറയുന്ന ഡയലോഗ് ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. അതൊന്നും പഠിപ്പിക്കുന്ന അന്നും തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സയൻസ്, സൈക്കോളജി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തു പോകുമ്പോൾ അതിന്റെ ഉത്തരം മാത്രം നോക്കാതെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പരമാവധി കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ തന്നെ നമുക്ക് കുറെ ടോപ്പിക്കുകൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കവർ ചെയ്ത് പോകാനും പറ്റും. അപ്പൊ അങ്ങനെയും കൂടെ നോക്കണം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ എന്നാൽ എല്ലാവരും പോയി പഠിച്ചോട്ടോ. ഗുഡ് നൈറ്റ്. താങ്ക് യു.